മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? എങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനിയിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? ചെമ്മണ്ണൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പം ബോബി ചെമ്മണ്ണൂർ പുറത്തു വരുന്നതും കാത്ത് ആയിരങ്ങളാണ് ജയിലിന്റെ വാതിക്കെ കാത്തു നിൽക്കുന്നത് എന്ന് പറയുന്നു. അത് ഞാൻ ഇപ്പോഴൊന്നും തുടങ്ങിയത്, ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു. ബോബിയെ കാത്ത് ജനലക്ഷങ്ങൾ തന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഈ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ എന്ന് അവരുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ അറിയാം. ആൾക്കാർക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാർ തന്നെ അല്ലേ. പണ്ടത്തെ വാർത്തകളിൽ പറയുന്ന പോലെ തന്നെ അത് പാടെ അങ്ങ് വിശ്വസിച്ച് അവർ പറയുന്നതെല്ലാം വേദവാക്യമായിട്ട് കരുതുന്ന കാലമൊക്കെ പോയി. ആൾക്കാർക്ക് ഒരു കാര്യം കഴിയുമ്പം അവർ ചിന്തിക്കും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ചിന്തിച്ച് അതിന് കൃത്യമായിട്ട് മറുപടി എടുക്കുകയും അതിന് കമൻ്റായിട്ടൊക്കെ അവർ ചെയ്യുകയും ചെയ്യും. ചില കമൻറ്റുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ പോലും കാണാത്ത പല പോയിന്റുകളും അവർ കാണുന്നു, അവർ സംസാരിക്കുന്നു, ഷെയർ ചെയ്യുന്നു എന്നൊക്കെ കേട്ട് കഴിയുമ്പോഴേ ജനങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ഒരു മണ്ടന്മാരൊന്നുമല്ല. നമ്മൾ ബോച്ചയ്ക്ക് അനുകൂലമായി ബോച്ചയ്ക്കെതിരായിട്ട് നിന്നെന്ന് പറയാൻ ബോച്ച ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാലും അതിനും വലിയ തെറ്റുകൾ മറ്റു പലരും ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കെതിരെ എന്താ കേസ് എടുക്കാത്ത എന്ന് ചോദിക്കുന്ന ഒരു ജനക്കൂട്ടം. അതുതന്നെയാണ് ബോച്ചയുടെ ശക്തി എന്ന് ചോദിക്കും. ജനങ്ങൾക്ക് വേണ്ടി നല്ല ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ അവൻ എന്ത് തെറ്റ് കാണിച്ചാലും ജനങ്ങൾ നിൽക്കും. അവർക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല ചെയ്യണം. എനിക്കൊന്ന് രാഷ്ട്രീയത്തിനും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താലേ പ്രയോജനം ചെയ്യും. ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി എനിക്കൊന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊക്കെ കടന്നു വരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഈ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി. അപ്പം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ബോച്ചെ ചെയ്യുന്നു, ജനങ്ങൾ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്നു. അപ്പം തുടർച്ചയായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും എല്ലാം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അറിയാം ബോച്ചയ്ക്ക് പറ്റി എതിരഭിപ്രായങ്ങളാണ്. ഹണി റോസിന് പൂർണ്ണ പിന്തുണ കൊടുത്ത മാധ്യമങ്ങളായിരുന്നു കേരളത്തിലൂടെ നീളമുള്ളത്. പക്ഷെ അവരെ എല്ലാം പാടെ തള്ളിക്കൊണ്ട് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ പോലും ഞെട്ടിപ്പോയി എന്നുള്ളത് തോന്നുന്നു. പല മാധ്യമങ്ങളും പറയുന്നു ബോച്ചയുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകരാണ്. എനിക്കൊന്ന് സ്ത്രീകളാണ് കൂടുതൽ ബോച്ചയ്ക്ക് അനുകൂലമായി, ബോച്ചയോടൊപ്പം ഞങ്ങളുണ്ട്, ബോച്ചയെ കാത്തു നിൽക്കുന്നു, പൂച്ചെണ്ടുകളും മാലയും പുഷ്പങ്ങളും ഒക്കെ ആയിട്ട് ബോച്ചയെ കാത്തു നിൽക്കുന്ന ആയിരങ്ങൾ ജയിലിൻ്റെ പരിസരത്ത് തിങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിലെ പലരും പല കമൻറ്റുകളും പറയുന്നത് കേട്ടു. പലരും എനിക്ക് തോന്നുന്നു അവർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാധ്യമങ്ങളെ തന്നെയാണ് എന്ന് തോന്നുന്നു. പല മാധ്യമ പ്രവർത്തകരും ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം അവർ വാക്കുകൾ, ഈ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ പറയുന്ന മറുപടി കേട്ട് കഴിഞ്ഞാൽ ഒന്നും പറയാനാവാത്ത അവസ്ഥ. നമുക്കൊരു വീഡിയോ ഒന്ന് കാണാം. അർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിൽ മാപ്പ് അർഹിക്കുന്ന, നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒരു നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനിയിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം? കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ കോടതി അത് തീരുമാനിച്ചിട്ടുണ്ട്. ഒരാൾ ഇന്റൻഷനലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഇന്റൻഷനെ അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ? അത് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും പറയില്ലല്ലോ. ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലേ? അല്ലാതെ കഴിഞ്ഞിട്ടല്ലല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക. നമുക്കത് അത് ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ളൊരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട്. സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അപ്പം തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു. 4 മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലല്ലോ. അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ അതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾക്ക്. കുറ്റക്കാരി എന്നുള്ളതല്ല, പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം? പ്രതികരിക്കണം. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക? പ്രതികരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് 4 ദിവസം, നമുക്കിപ്പോൾ ഈ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ?
ഒരു മാപ്പ് പബ്ലിക് മീഡിയയിൽ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് 6 ദിവസം ഈ പറയുന്ന ജയിലിലിട്ടത്? ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഈ നിയമപീഠത്തിനോട് തന്നെ ചോദിക്കാനുണ്ട്, ഒരു മീഡിയാസിനോടും. നിങ്ങളെല്ലാവരും പിച്ച് പറിച്ച് കീറി കളഞ്ഞൊരു സാധനമല്ലേ ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് അത് മനുഷ്യത്വരഹിതമല്ലേ? 6 ദിവസത്തോളം ഒരു വ്യക്തിയെ അല്ലെ ഒരു വ്യക്തിയെ ഇതിന്റെ അകത്തേക്ക് ഫുൾ നന്മ നിങ്ങൾ മറന്നു. ആ വയനാട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റിൽ കൂടുതലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ഉണ്ടോ? കൊലപാതകമോ വെറുതെ മറന്നു. ഈ പറയുന്ന ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത് ബോച്ചെ വന്നതിന് എനിക്കിത് കൃത്യമായിട്ടുള്ള മറുപടി ആ കുട്ടി കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. പലപ്പോഴും റിപ്പോർട്ടറുടെ വായ തന്നെ അടഞ്ഞു പോകുന്ന റിപ്പോർട്ടർ പല ചോദ്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കും. അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി അവസാനം റിപ്പോർട്ടർക്ക് തന്നെ വാക്ക് കിട്ടാതാകുന്ന അവസ്ഥയിലേക്ക് മാറിയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുകയും ജനങ്ങൾക്കെല്ലാം സംസാരിക്കാനും ഒക്കെ കഴിവുള്ള വ്യക്തികൾ തന്നെ. ഇത് ആദ്യമായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. ഇല്ല, വളരെ കൂളായിട്ട് വളരെയധികം മിടുക്കിയായിട്ടത് പറഞ്ഞു എന്നുള്ളതാണ്. വസ്ത്രാധാരണമൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഇതുമായിട്ട് യാതൊരു വിഷയമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാം ബോച്ചയ്ക്കെതിരായിട്ടാണ് നീങ്ങിയത് എന്നുള്ളതാണ്. അതൊന്നും കാര്യമില്ല. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ഏതും നിസ്സാര സംഭവമായി മാറുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ബോച്ചയ്ക്ക് എല്ലാ പ്രദേശങ്ങളിലും സ്വീകരണം കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരു പുതിയ താരോദയം എന്നുപോലെ ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ ഉയർന്നു വരുവാനും പല ഉദ്ഘാടനങ്ങൾ നടത്തുവാനും ഒക്കെ സാധ്യതയുണ്ട്. ഇനിയും സിനിമാ നടിമാരെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല ബോച്ചയുടെ കടയുടെ ഉദ്ഘാടനത്തിന്. ബോച്ച തന്നെ സ്വന്തമായിട്ട് ഉദ്ഘാടനം നേരത്തെ തന്നെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ വന്നേക്കുന്നവർ പലരും അവരുടെ പല കാര്യങ്ങളും പറയും. പലരും പല കാര്യങ്ങളും പറയും. തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അതൊന്നും അവർ മറന്നിട്ടില്ല. ഞാനതാണ് പറഞ്ഞത്. അദ്ദേഹം നന്മ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നന്മയുള്ള ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു. അത് തന്നെ വലിയ കാര്യമല്ലേ? അത് നമ്മൾ രാഷ്ട്രീയക്കാരായാലും ബാക്കി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും മാധ്യമങ്ങളും ഇത്രയും രാഷ്ട്രീയക്കാരും എല്ലാവരും എതിര് നിന്നിട്ടും അദ്ദേഹത്തിനോടൊപ്പം ജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുവരുന്ന കാര്യം. അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും വന്നു, അതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ബോച്ച എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ള വ്യവസായികളുടെ കൂടെയല്ല, ജനങ്ങളുടെ കൂടെയായിരുന്നു. വയനാട് കണ്ടപ്പോഴും വയനാട് ആയാലും പല ദുരന്തങ്ങൾ കണ്ടായാലും അദ്ദേഹം ഒന്നിച്ച് ജനങ്ങളോടൊപ്പം ജനങ്ങളിൽ ഒരാളായിട്ട് ഇറങ്ങി പുറപ്പെടും എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. പിന്നെ ഈ സിനിമാ താരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ മണിമാളികയിൽ ജീവിക്കുന്നവരാണ്. അവർ ജനങ്ങളുമായിട്ട് അധികം സമ്പർക്കമില്ല. അപ്പം ജനങ്ങൾ അവരിൽ നിന്ന് ഒത്തിരി അകലെയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ബോച്ച അങ്ങനെയല്ല, അവരെ ചേർത്ത് പിടിക്കുവാനും അവരിൽ ഒരാളാകാനും ബോച്ചയ്ക്ക് കഴിയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജനക്കൂട്ടം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാണ്. ഞാൻ നേരത്തെ തന്നെ ഈ വീഡിയോ ക്ലാസ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് തെറ്റായ നടപടിയിലേക്ക് പോകും. കാരണം ബോച്ച ഒരു വീര പരിവേഷം കിട്ടാനേ സഹായിക്കത്തുള്ളൂ. അദ്ദേഹം ഇനി കൂടുതൽ ദിവസം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു ഭരണകൂടങ്ങളും നീതിന്യായ വ്യവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാകാം അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ജാമ്യം കൊടുത്തത് എന്ന് തോന്നുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും അദ്ദേഹത്തിന് വീരപരിവേഷം കൂടത്തേ ഉള്ളൂ. പഴയ കാലമൊന്നുമല്ല എല്ലാ മാധ്യമങ്ങൾ പറയുന്നതും നീതിന്യായ വ്യവസ്ഥ പറയുന്നതൊക്കെ അത് പാടെ അങ്ങ് വിഴുങ്ങാനൊന്നും പഴയ കാലമൊന്നും അല്ല. എല്ലാം കാണുന്നവരാണ് ജനങ്ങൾ. സോഷ്യൽ മീഡിയയിൽ കൂടി എല്ലാം കാണുന്നു. ഞാൻ പറഞ്ഞില്ലേ, മുഖ്യധാരാ മാധ്യമങ്ങളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വലിയൊരു തരംഗം പോലെ ബോച്ചയ്ക്ക് വേണ്ടി അനുകൂലമായി സംസാരിച്ചവരുണ്ട്. ചിലവരൊക്കെ മാറി നിന്നെങ്കിലും ബോച്ചയ്ക്ക് ഞാൻ നേരത്തെ തന്നെ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല പുരോഗമന ആശയങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു, സ്ത്രീകൾക്കെതിരെ ഞങ്ങൾ സംസാരിക്കുന്നവരെ എല്ലാം ഒറ്റപ്പെടുത്തും എന്ന് പറയുന്ന പുരോഗമന ആശയ ചിന്താഗതിക്കാർ. അവർ വിചാരിക്കുന്നത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ സ്ത്രീ ആയാലും പുരുഷനായാലും തെറ്റായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിയണം. സ്ത്രീ ഒരു വശത്താണെങ്കിൽ പുരുഷൻ മറുവശത്താണെങ്കിൽ സ്ത്രീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. സ്ത്രീ എന്ത് തെറ്റ് ചെയ്താലും അതിനനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു പുരോഗമന ചിന്താഗതി എന്നാണ് അവർ ഓമന പേരിട്ട് വിളിക്കുന്നത്. അതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. കാലമൊക്കെ ഒത്തിരി മാറിപ്പോയി.
പണ്ടൊക്കെ ആയിരുന്നു ബുദ്ധിമാന്മാരുടെ കാലം, പുരോഗമന ചിന്താഗതിക്കാരുടെ കാലം അതൊക്കെ. ഇപ്പോൾ എല്ലാ കാര്യം ചെറുപ്പക്കാരായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരേ തരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീയും പുരുഷനും സമന്മാരാണ്. എനിക്ക് ഒരു വേർതിരിവിൻ്റെ കാര്യമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എനിക്കൊന്ന് ആ കുട്ടിയുടെ സംഭാഷണം കേട്ടാലും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പം ബോച്ചയ്ക്ക് വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ബോച്ച പുറത്തു വരുന്നതും കാത്താണ് ഇവർ നിൽക്കുന്നത്. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.